നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് മലയാളം ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മൂന്നാം മോദി സർക്കാർ അല്പസമയത്തിനകം അധികാരമേൽക്കും. കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാർ. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക 36 മന്ത്രിമാർ. സുരേഷ് ഗോപി ഡൽഹിയിൽ. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയില്ല. വകുപ്പുകളെക്കുറിച്ച് അറിയില്ലെന്നും സുരേഷ് ഗോപി. രാജ്യത്തെ നയിക്കാൻ നരേന്ദ്രമോദി. നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3-ാം വട്ടം പ്രധാനമന്ത്രി. 2001 ഗുജറാത്തിൽ അധികാരമേറ്റതു മുതൽ ഭരണ തുടർച്ച. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി പദവികളിൽ പിന്നിട്ടത് 23 വർഷം. ജോർജ് കുര്യൻ ന്യൂനപക്ഷ വകുപ്പ് സഹമന്ത്രിയാകുമെന്ന് സൂചന. പ്രധാനമന്ത്രിയുടെ ചായ സത്കാരത്തിൽ പങ്കെടുത്ത് ജോർജ് കുര്യൻ. പുതിയ മന്ത്രിമാരുമായി പ്രധാനമന്ത്രിയുടെ ആദ്യ യോഗം. നിർമ്മല സീതാരാമനും എസ് ജയശങ്കറും നിതിൻ ഗഡ്കരിയും 3-ാം മന്ത്രിസഭയിലും തുടരും. തമിഴ്നാട്ടിൽ നിന്ന് എൽ മുരുകൻ സഹമന്ത്രി. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക 30-ലേറെ മന്ത്രിമാർ. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണം കിട്ടിയില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് മമതാ ബാനർജി. ചിലപ്പോൾ സർക്കാരുകൾ 1 ദിവസം മാത്രമേ നിലനിൽക്കൂ. എന്തും സംഭവിക്കാം. ഈ സർക്കാർ 15 ദിവസമെങ്കിലും നിലനിൽക്കുമോ എന്ന് ആർക്കറിയാമെന്നും മമതാ ബാനർജി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കും. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഖാർഗെ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ്. ഇന്ത്യ മുന്നണി നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മോഹൻലാലിനും രജനീകാന്തിനും ക്ഷണം. നരേന്ദ്രമോദിയുടെ ക്ഷണം നേരിട്ട്. വ്യക്തിപരമായ അസൗകര്യം കാരണം ചടങ്ങിൽ പങ്കെടുക്കാനാകില്ലെന്ന് മോഹൻലാൽ. സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് ഡൽഹിയിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. നടപടി ചടങ്ങിനെത്തുന്ന വിദേശാതിഥികളുടെ ഉൾപ്പെടെ യാത്ര സുഗമമാക്കാൻ രാഷ്ട്രപതി ഭവന് സമീപമുള്ള റോഡുകൾ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 11 വരെ അടച്ചിടും. നരേന്ദ്രമോദിയുടെ 3-ാം ഊഴത്തെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും പിന്തുണച്ചില്ലെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകില്ല. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ധാർമ്മികമായും പരാജയം നേരിട്ടുവെന്നും ജയറാം രമേശിന്റെ വിമർശനം. മോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ഇന്ന് വൈകിട്ട്. VIP സംസ്കാരം കാണിക്കാതെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ജനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. സർക്കാർ ജനങ്ങളുടേതാണ്. ജനങ്ങളുടെ ക്ഷേമമാണ് മുഖ്യം. സമൂഹത്തിന്റെ അവസാന നിരയിൽ നിൽക്കുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങൾ, പ്രതീക്ഷകൾ, ആവശ്യങ്ങൾ എന്നിവ പരിഹരിക്കപ്പെടണമെന്നും യോഗി. പരാമർശം മന്ത്രിമാരുടെ യോഗത്തിൽ. രാഹുൽ ഗാന്ധിക്ക് പകരമായി വയനാട്ടിലേക്കില്ലെന്ന് പ്രിയങ്ക ഗാന്ധി. വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ രാഹുൽ വയനാട്ടിലെത്തും. MP സ്ഥാനം 3 ദിവസത്തിനകം ഒഴിഞ്ഞേക്കുമെന്ന് സൂചന. മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതികരിച്ച് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. പോരാളിയാണ്, പോരാട്ടം തുടരും. ഞാൻ എവിടേക്കും ഒളിച്ചോടില്ലെന്നും ഫട്നാവിസ്. പ്രതികരണം BJP MLA-മാരുടെ യോഗത്തിൽ. രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച ഒഡീഷ മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ വിശ്വസ്തൻ VK പാണ്ഡ്യൻ. നവീൻ പട്നായിക്കിനെ സഹായിക്കുക മാത്രമായിരുന്നു ലക്ഷ്യം. വൈകാരിക വീഡിയോ പങ്കുവച്ചു.
of joining politics was only to assist Naveen Babu, and now consciously I decide to withdraw myself from active politics. തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബിജെഡിയുടെ കനത്ത പരാജയത്തെ തുടർന്ന്. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ MP വിൻസെന്റിനെതിരെ നടപടിയെടുക്കരുതെന്ന് കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നെന്ന് KC വേണുഗോപാലിനെ അറിയിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെതിരെ അടിയന്തര നടപടി വേണമെന്നും മുരളീധരൻ. തൃശൂർ DCCയിലെ കയ്യാങ്കളിയിൽ നടപടിയുമായി KPCC നേതൃത്വം. MP VK ശ്രീകണ്ഠന് DCC പ്രസിഡന്റായി താൽക്കാലിക ചുമതല. നിലവിലെ പ്രസിഡന്റ് ജോസ് വള്ളൂരിനോടും UDF ചെയർമാൻ MP വിൻസെന്റിനോടും രാജിവെക്കാൻ നിർദ്ദേശം. തൃശൂരിൽ ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ബസ് ഇടിച്ചു കയറിയ സംഭവത്തിൽ ഇടപെട്ട് ഗതാഗത വകുപ്പ്. പ്രതിമ ഗതാഗത വകുപ്പ് തന്നെ പുനഃസ്ഥാപിക്കും. മന്ത്രി KB ഗണേഷ് കുമാറുമായി ഫോണിൽ ബന്ധപ്പെട്ടെന്നും ഗൗരവമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി K രാജൻ. വിദ്വേഷ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്നും കൂടുതൽ സിഗ്നൽ ലൈറ്റുകളും റിഫ്ലക്ടറുകളും സ്ഥാപിക്കുമെന്നും മന്ത്രി. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ വൃക്കദാനം ചെയ്ത ഷമീറിനെ മാപ്പുസാക്ഷിയാക്കും. ഷമീറിനെ ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് കയറ്റിവിട്ടത് രാമപ്രസാദ് ഗൊണ്ട. അവയവദാനത്തിന് ശേഷം 6 ലക്ഷം രൂപ നൽകിയെന്നും മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നും മൊഴി. കോഴിക്കോട് ബാർ ഹോട്ടലിൽ യുവാവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച ഗുണ്ടാസംഘം അറസ്റ്റിൽ. പിടിയിലായവർ നിരവധി കേസുകളിൽ പ്രതികൾ. ഫോൺ ഉപയോഗിക്കാതെ പ്രതികൾ ഒളിവിലായിരുന്നു. പിടിയിലായത് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ. പത്തനംതിട്ട ചിറ്റാറിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തതിൽ കേസെടുത്ത് പോലീസ്. FIR രജിസ്റ്റർ ചെയ്തത് 4 ദിവസം വൈകി. വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ മർദ്ദിച്ചതിൽ 12 പേർക്കെതിരെ കേസ്. പ്രതികൾ CPM പ്രവർത്തകരെന്നും ആക്ഷേപം. വെള്ളത്തിൽ മുങ്ങി മുംബൈ നഗരം. ഇന്നലെ പെയ്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ റെഡ് അലേർട്ട്. 2 ദിവസത്തിനുള്ളിൽ മുംബൈയിൽ കാലവർഷം എത്തുമെന്ന് മുന്നറിയിപ്പ്. മുംബൈ വിമാനത്താവളത്തിൽ 2 വിമാനങ്ങൾ ഒരേ റൺവേയിൽ. എയർ ഇന്ത്യ ജെറ്റ് പറന്നുയരുമ്പോൾ ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എയർ ട്രാഫിക് കൺട്രോൾ ഉദ്യോഗസ്ഥനെ പുറത്താക്കി. അന്വേഷണം ആരംഭിച്ച DGCA.